പൂജ, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും എന്നുള്ളതാണ് MLA അറിയിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. ആളുകളുടെ സമ്മതമില്ലാതെ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും നമുക്കൊരു തീരുമാനമെടുക്കേണ്ടതിന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു രമ്യമായ പരിഹാരം ഇപ്പോൾ അടിയന്തരമായ ആവശ്യമാണ്. പ്രത്യേകിച്ച് മൃതദേഹം ഇപ്പോഴും ഈ വഴിയരികിൽ തന്നെ കിടക്കുകയാണ്. 6-7 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ മൃതദേഹത്തിന് അർഹിക്കുന്ന ബഹുമാനം നൽകി അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. മറ്റ് ഉറപ്പുകൾ, ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഈ പ്രദേശത്തുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന, നീണ്ടകാലമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അത് സോളാർ ഫെൻസിങ്, അതോടൊപ്പം തന്നെ ഈ വനത്തിനകത്തുകൂടി പോകുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യത്തിന് വെളിച്ചമുള്ള, വന്യജീവികൾ നിന്നാൽ പോലും സമീപത്തെത്തിയാൽ മാത്രമേ അത് കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വഴിവിളക്കുകൾ അത്യാവശ്യമായി സ്ഥാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതനുസരിച്ചുള്ള ഉറപ്പുകൾ എന്തായാലും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇത് ഈ ജനുവരി 2024 ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 10-15 മരണങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഓരോ ഘട്ടത്തിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾക്ക് ചില ഉറപ്പുകൾ നൽകും. ആ ഉറപ്പുകൾ നൽകുന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. അതനുസരിച്ച് നഷ്ടപരിഹാരം നൽകും. ആ നഷ്ടപരിഹാരം നൽകുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന തരത്തിലാണ് ഈ ഉന്നതാധികാരി. ഇപ്പോൾ അവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാട്ടുകാരുടെ സംസാരിക്കാൻ കളക്ടർ MLAയും ഉൾപ്പെടെ എത്തിയപ്പോൾ അവർ സൂചിപ്പിക്കുന്ന കാര്യവും കൂടി ഇതാണ്. പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. എത്രയോ ഇവിടുത്തെ ഇപ്പോൾ ജയിന് തന്നെ റിപ്പോർട്ട് ചെയ്ത് എത്ര അനുഭവങ്ങൾ മുന്നിലുണ്ടല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ഈ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാകുമെന്ന് ഈ കോതമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന അമ്മ മരിച്ചപ്പോൾ പോലും ഇതേപോലെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു, പല ഉറപ്പുകൾ കൊടുക്കുന്നു. അന്ന് നാട്ടുകാർ അത്രത്തോളം വലിയ പ്രതിഷേധം ഉയർത്തിയത് കൊണ്ടാണ് 10 ലക്ഷം കൊടുത്തത്. വയനാട്ടിലെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലോ. ആന ചവിട്ടിക്കുന്ന ഒരാളെ മൃതദേഹവുമായിട്ട് മുന്നിലേക്ക് വരുന്നു, കടുവയാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ പലയിടങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ അതാണ് ഇപ്പോൾ കളക്ടർ സംസാരിക്കാൻ വന്നപ്പോഴും മുന്നിലേക്ക് വെക്കുന്നത്. കുറെ നാളുകൊണ്ട് ഇത് പറയുകയാണല്ലോ, എന്നിട്ടും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ സ്ഥാപിക്കാതെ നാളെ തന്നെ ഒരു നടപടി ഉണ്ടാകണം, അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കണം എന്നുള്ള താക്കീതാണ് ഇപ്പോൾ ഓരോ ജനങ്ങളും അവിടെ എത്തിയ പ്രതിനിധികൾക്ക് മുന്നിൽ കൊടുത്തത്. ജയനസ് രാജു തുടരുന്നുണ്ട്. ജയിൻ, ഇതിപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ? ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം പല സ്ഥലത്തും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലല്ല. ആ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു വനമേഖലയിൽ ഇപ്പോഴും ഒരു മൃതദേഹം അനാഥമായി ഏതാണ്ട് 6-7 മണിക്കൂറായി കിടക്കുകയാണ്. ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഛിന്ന ഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന കാര്യത്തിൽ കഴമ്പുള്ള ഒരു കാര്യമാണ്. ഒരു പ്രദേശത്ത് തുടർച്ചയായി വന്യജീവി ശല്യം ഉണ്ടാവുകയാണ്. അവിടെ ഏതെങ്കിലും രീതിയിൽ സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പല ഉറപ്പുകളും നൽകുന്നു. പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ വെറും മാഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ പല ഘട്ടത്തിൽ ഈ സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് മൂന്നാറിലും അതോടൊപ്പം തന്നെ ചിന്നക്കനാലിലും കോതമംഗലത്തും കാഞ്ഞിരവേലിലുമായിട്ട് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ പരിഹാരമായി, താൽക്കാലിക പരിഹാരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ സുരക്ഷാ വേലികൾ, അതോടൊപ്പം തന്നെ ഫെൻസിംഗ് ഉൾപ്പെടെ ഉടൻ സ്ഥാപിക്കും എന്നൊരു കാര്യം പറയും. അത് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സമരം അവസാനിക്കുകയും പ്രതിഷേധക്കാർ താൽക്കാലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു. പിന്നീട് ഒരു മരണം ഉണ്ടാകുന്നതുവരെ ഈ പ്രശ്നങ്ങളൊന്നും പിന്നീട് ഉയർന്നു വരില്ല. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല. അദ്ദേഹം
പല വാഗ്ദാനങ്ങളും പല കാര്യങ്ങളും പറയും എന്നതിനപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൂജ, ഈ കാര്യത്തിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നൽകാൻ നിലവിൽ ഒരു സംവിധാനവും ഈ പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നത് തീർച്ചയായിട്ടും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. പല സ്ഥലത്തും തലനാരിഴയ്ക്കാണ് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുന്നത്. നമ്മൾ ഓരോ ദിവസവും ദൃശ്യങ്ങൾ അടക്കം കാണുന്നതാണ്. ഇന്ന് തന്നെ ഒരു ബൈക്ക് യാത്രികൻ എത്ര തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്.